മിമിക്രി കലാകാരനെ ഞാൻ ഫോൺ ചെയ്ത് അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ നമ്പർ തപ്പിയെടുത്ത് വിളിച്ച് ഞാൻ അഭിനന്ദിച്ചു റീസെൻ്റായിട്ട്. വളരെ പേഴ്സണലായി വിളിച്ചു. പുള്ളി ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് പുള്ളി ഞാൻ ബുദ്ധിമുട്ടിക്കാൻ വിളിക്കുന്നു ഏതാണ് കാര്യം. അതല്ല, ഞാൻ വളരെ അങ്ങനെയല്ല. കർണാടക സംഗതി ഇമിറ്റേറ്റ് ചെയ്ത കക്ഷിയാണോ? ഇമിറ്റേറ്റ് ചെയ്തത്. ഞാൻ പുള്ളിയോട് ചോദിച്ചറിയാം. പുള്ളിയോട് ചോദിച്ചോളൂ. ഞാൻ വിളിച്ച് ഞാൻ ആദ്യമായിട്ട് അത് പുറത്ത് പറയുന്നത്. എനിക്കതിലൊന്നും അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ പ്രശ്നം അതല്ല. ഈ രണ്ട് കാര്യങ്ങളായിട്ടാണ് അതിനെ കാണേണ്ടത്. ഒന്നെന്ന് പറയുന്നത്, ഈ എൻ്റെ നേരത്തെ പറഞ്ഞു ഒരു വശത്ത് വലിയ സ്വീകാര്യത കിട്ടുന്ന പൊളിറ്റിക്കൽ കാണിക്കുന്നുണ്ടല്ലോ, നിങ്ങളത് കൊണ്ടതാവാൻ പറ്റുന്നില്ല. ഷാഫിയെ ചൂണ്ടി ചോദിച്ചല്ലോ. രണ്ട് തരത്തിലുള്ള പണിയാണ് അവരെടുക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് അവർക്ക് മുൻപിലേക്ക് വരാനുള്ള പണി, PR. അതിൻ്റെ വേറൊരു ഭാഗമുണ്ട്, അത് ചവിട്ടാൻ. കോമ്പിറ്റൻ്റായി ഉയർന്നു വരാവുന്ന ഏതൊരാളെയും ഇല്ലാതാക്കി കളയാനുള്ള നല്ല തികഞ്ഞ പണിയും അപ്പുറത്തെ വശത്തിന് നല്ല രീതിയുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് വരുമ്പോൾ നിങ്ങൾ വരുന്നത് ആക്രമണത്തിൻ്റെ ഒരു സ്വഭാവം നോക്കൂ. അത് RSS സംഘപരിവാർ പ്രൊഫൈലുകൾ ശക്തമായി എന്നെ ആക്രമിക്കുന്നുണ്ട്. ഇപ്പുറത്തെ വശത്ത് വരുമ്പോഴേക്കും ലീഗ്, കോൺഗ്രസ്. അപ്പോൾ എനിക്കെതിരെ അല്ലെങ്കിൽ DYFയുടെ ഒരു നേതാവിനെതിരെ ഒരു പരിഹാസമോ ഒരു ട്രോളോ ഒരു ആക്രമണമോ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവരെല്ലാവരും കൂടെ ഒരുമിക്കുകയാണ്, വോളിയം കൂടുകയാണ്, തലങ്ങും വിലങ്ങുള്ള അടിയാണ്. ഈ അടിക്കുന്നതിൽ എൻ്റെ എന്തിനെയാണ് അവർ ആക്രമിക്കുന്നത്? ഇപ്പോൾ കുറേ കാലമായിട്ട് എനിക്കെതിരെ വരുന്നത് എൻ്റെ വ്യക്തിപരമായ ഒരു പരിമിതിയെ, കുറവിനെ ആക്രമിക്കുന്നതാണ്. എൻ്റെ ഒരു കുറവാണ്. ഏതാണ്? എൻ്റെ ഒരു പരിമിതിയാണ്. ഞാൻ തന്നെ തുറന്ന് പൊതുസമൂഹത്തോട് സമ്മതിച്ച് എൻ്റെ ഭാഷ, ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നതിനാന്ന് പിന്നീട് പലരും എന്നോട് പറഞ്ഞു, അല്ലല്ലോ നിങ്ങൾ മലയാളത്തിൽ നന്നായി സംസാരിക്കുന്നല്ലോ, ഭാഷ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിലും വെക്കരുത്. ഇംഗ്ലീഷ് ഉപയോഗത്തിലുള്ള എൻ്റെ പരിമിതിയാണ്, ഇല്ലേ? എൻ്റെ ആ പരിമിതിയെ മാത്രമാണ് കല്ലെറിയുന്നത്. എൻ്റെ പൊളിറ്റിക്സിനെയോ എൻ്റെ പൊളിറ്റിക്കൽ ക്ലാരിറ്റിയെയോ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ മറ്റെന്തെങ്കിലും ഒരു ഇൻസ്റ്റൻസിനെയോ എൻ്റെ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തെയോ എതിരാളികൾക്ക് ഇന്നുവരെ ആക്രമിക്കാൻ കിട്ടിയിട്ടില്ല.